വളരെ പ്രധാനപ്പെട്ട മണിക്ക് AICC വാർത്താ സമ്മേളനം. വളരെ പ്രധാനപ്പെട്ടവരും 12 മണിക്ക് AICC വാർത്താ സമ്മേളനം. അപ്പോൾ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യുമായി. അനൗൺസ്മെന്റ് വരികയാണ് 12 മണിക്ക്. 11:28 ആയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനം. എവിടെ വെച്ച്? മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണോ? 12 മണിക്ക് AICC വാർത്താ സമ്മേളനം, അതോ പാർട്ടി ഹെഡ് ക്വാർട്ടേഴ്സിലാണോ? വിവരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. വസന്താണ് വിവരം പങ്കുവയ്ക്കുന്നത്. മോസ്റ്റ് അർജന്റ് കോൺഗ്രസ് പാർട്ടി ബ്രീഫിംഗ് ബൈ ശ്രീ അജയ് മാക്കൻ, ശ്രീ മുകുൾ വാസ്നിക് ആൻഡ് ശ്രീമതി ദീപാദാസ് മുൻഷി at 12 noon today May 14. അതായത് ഇന്ന് 12 മണിക്ക് കോൺഗ്രസ് ആസ്ഥാനത്ത് വാർത്താ സമ്മേളനമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ 2 നിരീക്ഷകർ അജയ് മാക്കനും മുകുൾ വാസ്നിക്കുമൊപ്പം കേരളത്തിന് ബദലുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഉണ്ടാകും. 12 മണിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നറിയാം. ബസന്ത്, അത് ഒടുവിൽ ഫൈനൽ ആവുകയാണ്. നമ്മൾ കാത്തിരുന്ന തീരുമാനം അരമണിക്കൂറിനകം വരാൻ പോകുന്നു. വിശദാംശങ്ങൾ. ഹലോ ബസന്ത്, പറഞ്ഞോളൂ. 12 മണിക്ക് AICC. അതുകൊണ്ട് ബസന്ത് 12 മണിക്ക് വാർത്താ സമ്മേളനം. വിശദാംശങ്ങൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമോ? ഏറ്റവും നിർണായകമായ വിവരം 12 മണിക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ള പ്രഖ്യാപനം വരും. 12 മണിക്ക് വളരെ അർജന്റായിട്ട് ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ AICC വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. AICC ഓഫീസിൽ കോൺഗ്രസ് നിരീക്ഷകർ, അതോടൊപ്പം ദീപാദാസ് മുൻഷി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ തീരുമാനമാകുന്നു. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇപ്പോൾ KC വേണുഗോപാൽ ഉണ്ട്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. ദീപാദാസ് മുൻഷിയും മറ്റ് നിരീക്ഷകരും മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലേക്ക് എത്തുകയും അവിടെ നിന്നും ഈ ഖാർഗെയുടെ തീരുമാനമടങ്ങുന്ന കുറിപ്പ് വാങ്ങുകയും ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ പ്രഖ്യാപനമാണ് അല്പസമയത്തിനകം AICC ഓഫീസിൽ നടക്കാൻ പോകുന്നത്. അവിടെ നിന്നും ഈ 4 പേരും കേരളത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് ഈ 4 പേരും മടങ്ങുന്നത്. കേരളത്തിൽ നിയമസഭാ കക്ഷിയോഗം അതിനുശേഷം ചേരും. ആ യോഗത്തിലായിരിക്കും ഔദ്യോഗികമായിട്ട് നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ ദിവസങ്ങൾ നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചയ്ക്ക് ഇപ്പോൾ അവസാനമായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് 12 മണിക്ക് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ KC വേണുഗോപാലാകാം, VD സതീശനാകാം, രമേശ് ചെന്നിത്തലയാകാം. ആർക്കെങ്കിലും ഏതെങ്കിലും പേരിന് കൂടുതൽ സാധ്യത എന്നിപ്പോൾ ഇനിയിപ്പോൾ പ്രവചനങ്ങൾക്കൊന്നും വലിയ സ്കോപ്പ് ഇല്ലാത്ത സമയമാണ്. എങ്കിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തി. അതുകൊണ്ടാണല്ലോ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. അല്ലേ ബസന്ത്? അന്തിമ തീരുമാനമായി കഴിഞ്ഞു. ഇനി ആര് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. KC വേണുഗോപാൽ രാവിലെ 9:30 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് കയറിയതാണ്. ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലേക്ക് പോകുന്ന പ്രത്യേക വിമാനത്തിൽ അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനത്തിൽ KC വേണുഗോപാലിൻ്റെ പേരും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ദീപാദാസ് മുൻഷിയും മറ്റ് 2 നിരീക്ഷകരും ഖാർഗെയുടെ വസതിയിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളത് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്താണ് എന്നിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു പ്രവചനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം. ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് കോൺഗ്രസ് പരിഗണിച്ചിരിക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ നമുക്ക് വെച്ച് 12 മണിക്ക് ഇപ്പോൾ AICCയിൽ വാർത്താ സമ്മേളനം വരുന്നു. അരമണിക്കൂറിനകം നമുക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകാം. ആരാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDFൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതേസമയം ഈ വിവരം ഘടകകക്ഷികളെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. അതായത് ലീഗ് അടക്കമുള്ള കക്ഷികൾ പറഞ്ഞിട്ടുള്ളത് തങ്ങളുടെ തീരുമാനം കോൺഗ്രസിൻ്റെ എന്തായിരുന്നാലും ഞങ്ങളെ ഒന്ന് അറിയിക്കണമെന്നുള്ളതാണ്. അത്